ജിമ്മി, ഒരു വിസിൽ ബ്ലോവർ ഈ സിസ്റ്റത്തിനെതിരായിട്ട് സിസ്റ്റം വീക്കാണ്, ആ വാക്ക് തന്നെ പറയാം, സിസ്റ്റം ദുർബലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ സിസ്റ്റം നന്നാക്കാൻ ശ്രമിക്കാം, ഇല്ലെങ്കിൽ അത് പറഞ്ഞ ആളെ ദുർബലനാക്കാൻ ശ്രമിക്കാം, അതും ഒരു ആരോപണം ഉന്നയിച്ച് ദുർബലനാക്കാൻ ശ്രമിക്കാം. ഹാരിസ് ഇപ്പോൾ പൊതുസമ്മതനായി നിൽക്കുന്ന ഒരു ഡോക്ടറാണ്. അയാൾ പറയുന്നത് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്, ശരിയാണെന്ന് ഏറെക്കുറെ ബോധ്യവുമാണ്, സർക്കാരിനും അത് ബോധ്യമാണ്. ചെയ്ത രീതി ശരിയല്ല എന്ന് മാത്രമാണ് ഒരു വിയോജിപ്പുള്ളത്. ഹാരിസിനെ കുടുക്കാനാണോ ഇന്നിപ്പോൾ തിരക്കിട്ട് പ്രിൻസിപ്പൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനം, അതിപ്പോൾ വൈകുന്നേരത്തോടുകൂടി നമ്മൾ പൊളിച്ച് കൈ കൊടുത്തു? ഹാരിസിനെ കുടുക്കാനാണോ നീക്കം? കാരണം ഈ ഡോക്ടർ ഹാരിസിൻ്റെ കാര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു മാസം മുമ്പാണല്ലോ നമ്മളോടൊക്കെ പറഞ്ഞത്, ആദ്യം സമ്മതിച്ചുകൊണ്ട് ഇതൊരു സിസ്റ്റം എററാണ്. ഈ സിസ്റ്റം എററിൻ്റെ കൂടെ സിസ്റ്റം ടെറർ എന്നൊരു സാധനം കൂടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, സിസ്റ്റം ടെററാണ്. ഒരു ആരോഗ്യമന്ത്രിക്കെതിരെ അല്ല ആ മനുഷ്യൻ പറഞ്ഞത്, ആ മനുഷ്യൻ സിസ്റ്റത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ മെഡിക്കൽ കോളേജിലെ സാധനങ്ങൾ വാങ്ങാനില്ലാത്തതിനെക്കുറിച്ചും രോഗികൾ പിരിവിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കരയുക വരെ ചെയ്തു ക്യാമറയ്ക്ക് മുന്നിൽ. അപ്പോൾ ഇതാദ്യം ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം എന്നാലും ഡോക്ടർ ഇങ്ങനെ പരസ്യമായി പറഞ്ഞതല്ലേ, അതുകൊണ്ട് നമുക്കൊരു അന്വേഷണമൊക്കെ നടത്താമെന്ന് പറഞ്ഞ് പതുക്കെ ഈ വിഷയത്തിൽ ഹാരിസ് ഒരു മഹാനാണ്, ഹാരിസ് നല്ലവനാണ് എന്ന് എല്ലാവരും പറഞ്ഞ് ഒരു സൈഡിലേക്ക് തീർന്നു. നമ്മൾ വിചാരിച്ചു ഇത് തീർന്നെന്ന്. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ, ഡോക്ടർ ജാഫർ, അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളാണ്, അതുപോലെ തന്നെയാണ് ഡോക്ടർ സുനിൽകുമാർ. ഈ രണ്ടുപേരും വാർത്താസമ്മേളനം നടത്തിയിട്ട് എല്ലാം പറഞ്ഞ് സെറ്റിലാക്കാൻ വേണ്ടി വന്ന മട്ടിലാണ് അവരുടെ വാർത്താസമ്മേളനം തുടങ്ങുന്നത്. ആ വാർത്താസമ്മേളനം ഞാനിന്ന് രാവിലെ ആദ്യം മുതലിരുന്ന് കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു 3 പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഈ കോളേജിനെ കുറിച്ച് കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഒന്ന്, ഡോക്ടർ ഹാരിസ് ഒരു നല്ല ഡോക്ടറാണ്, ഞങ്ങൾക്ക് തർക്കമില്ല, കണ്ടുപിടുത്തമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ആരോപണങ്ങൾ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അവർ പറഞ്ഞു ഫിനാൻഷ്യൽ ഫ്രീഡം കുറച്ചുകൂടി ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ആൾക്ക് കൊടുക്കണം. 2, ഒരു ഉപകരണം കാണാനില്ല എന്ന റിപ്പോർട്ടിലുണ്ട്, അത് വളരെ ഒഴുക്കൻ മട്ടിലാണ് പറഞ്ഞു നോക്കുന്നത്. 3, ഡോക്ടർ ഹാരിസ് പരസ്യമായി കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു മെമ്മോ കൊടുത്തിട്ടുണ്ട്, അതിലും ഞങ്ങൾ നടപടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഇതെന്തിനാണ് ഈ 3 കാര്യങ്ങൾ പറയാൻ ഇങ്ങനൊരു വാർത്താ സമ്മേളനം എന്ന് വിചാരിച്ചിരിക്കെ പതുക്കെ അടുത്ത ഘട്ടം വരികയാണ്. ഒരു ഉപകരണം കാണാനില്ല എന്ന ആ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ പറയാനായി പ്രിൻസിപ്പൽ തയ്യാറാകുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു തിരക്കഥ പറയുകയാണ്. ഈ ഉപകരണം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും നമ്മുടെ അറിവിലേക്ക് വേണ്ടിയിട്ടും മാറിപ്പോകുന്ന 2 ഉപകരണങ്ങളുണ്ട് കേട്ടോ. ഒന്ന് മോസിലോസ്കോപ്പ്, 2 നെഫ്രോസ്കോപ്പ്. 2ൻ്റെ അവസാനം സ്കോപ്പാണ്, പക്ഷേ ഇതിനകത്ത് വില്ലൻ മോസിലോസ്കോപ്പാണ്. മോസിലോസ്കോപ്പ് കാണുന്നില്ല എന്ന് ഡോക്ടർ ഹാരിസിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ, അല്ലെങ്കിൽ ഹാരിസ് പറഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കൊണ്ടുവന്ന കമ്മീഷൻ പറഞ്ഞു അങ്ങനെ ഒരു സാധനം കാണുന്നില്ല. അപ്പോൾ പ്രിൻസിപ്പൾ ഒന്ന് വിശദീകരിക്കുകയാണ്, അങ്ങനെ റിപ്പോർട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ അത് അന്വേഷിക്കാൻ തീരുമാനിച്ചു ആശുപത്രിക്കകത്ത് നിന്ന്. ആദ്യം ആശുപത്രിയിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പരിശോധിച്ചപ്പോൾ കണ്ടു കിട്ടിയില്ല. ഡോക്ടർ ഹാരിസ് അപ്പോഴേക്കും അവധിയിൽ പോയി. ഞങ്ങൾ ഡോക്ടർ ഹാരിസിൻ്റെ മുറിയിൽ കയറി പരിശോധിച്ചു, HODയുടെ മുറിയിൽ കയറി പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന മോസിലോസ്കോപ്പ് അവിടെ ഇരിപ്പുണ്ട്. ഒരു ചെറിയ പെട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൈയൊക്കെ എടുത്ത് കാണിക്കുന്നത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മോസിലോസ്കോപ്പ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പ്രിൻസിപ്പളാണെങ്കിലും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കറിയില്ല. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നു എന്തൊരു മാന്യനായ മനുഷ്യനെ, എന്തൊരു സരസമായി സംസാരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം മുമ്പ് വീണ്ടും പരിശോധിച്ചു. അപ്പോഴും ഈ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയ സാധനം അവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഒരു വലിയ പെട്ടി കൂടി അവിടെ ഞങ്ങൾ കണ്ടു. കഴിഞ്ഞ ദിവസം ഞാനത് കണ്ടില്ല. അതിനകത്ത് നെഫ്രോസ്കോപ്പ് എന്ന് 3 നെഫ്രോസ്കോപ്പുകൾ ഇരിപ്പുണ്ട്. അതിനോടൊപ്പം ഒരു ബില്ലും കണ്ടു. ആ ബില്ല് മോസിലോസ്കോപ്പിൻ്റെതാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ഇതെന്താണ്, എങ്ങനെയാണ് തിരിച്ചു മറിച്ച് ചോദിക്കുമ്പോഴേക്കും തിരക്കഥയുടെ അടുത്ത ഘട്ടം തുടങ്ങുന്നു. 2-3 ഫോൺ കോളുകൾ വരികയാണ്. ആർക്കാണ്? ഡോക്ടർ സുനിലിനും ഡോക്ടർ ജാഫറിനും. ഡോക്ടർ സുനിൽ സൂപ്രണ്ടാണ്, ഡോക്ടർ ജാഫർ പ്രിൻസിപ്പളാണ്. സർ എന്ന് പറഞ്ഞിട്ട് അവർ അന്വേഷണ റിപ്പോർട്ടിലെ ഈ ഉപകരണം കാണാതെ പോയതിൻ്റെ രേഖ ഉയർത്തി വായിക്കുകയാണ്. ഇതാണ് സംഭവം, ഇതാണ് പ്രശ്നം. അപ്പോൾ ചോദിക്കുന്നു ഇതെങ്ങനെയാണ് വന്നത്, അവിടെ നിങ്ങൾ മുമ്പ് ഒരു പെട്ടി കണ്ടു, പിന്നെ ഒരു പെട്ടി കണ്ടില്ല. അപ്പോൾ അടുത്ത സ്റ്റോറി വരുന്നു. CCTV ദൃശ്യങ്ങൾ നോക്കിയപ്പോൾ ഒരാൾ അതിലേ പോകുന്നത് കണ്ടു, ആ മുറിക്കുള്ളിൽ കടക്കുന്നത് കണ്ടു. ഇതാരാണ് അതറിയില്ല. പക്ഷേ അവിടെ ഒരു പുതിയൊരു പെട്ടി കണ്ടു, ആ പെട്ടിയിലൊരു ബില്ലുണ്ടായിരുന്നു. ആ ബില്ല് കാണാതെ പോയി എന്ന് ആദ്യത്തെ റിപ്പോർട്ടിൽ പറയുകയും ഞങ്ങൾ ചെന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ കാണുകയും ചെയ്ത മോസിലോസ്കോപ്പ് എൻ്റെ ബില്ലാണ്. ചുരുക്കത്തിൽ കഥ ഇതാണ് സുഹൃത്തുക്കളെ. ഇന്ന് മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളും സൂപ്രണ്ടും ചേർന്ന് പറഞ്ഞു വെച്ച കഥ, കാണാതെ പോയ മോസിലോസ്കോപ്പ് ഡോക്ടർ ഹാരിസ് വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചു. അതിൻ്റെ ബില്ല്, ആ തൊണ്ടി ഞങ്ങൾക്ക് 2 ദിവസം മുമ്പ് കിട്ടി. എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് സംശയം മാത്രമേ ഉള്ളൂ, ഇത് കൂടുതൽ അന്വേഷണത്തിന് സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വളരെ വിദഗ്ധമായി ആ വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ആ വാർത്താസമ്മേളനം കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ വിചാരിച്ചില്ലേ ഇത് ഹാരിസ് പെട്ടു,
കാരണം ഒരു ബില്ല് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഓഗസ്റ്റ് 2-ാം തീയതി എന്ന് വെച്ചാൽ 4 ദിവസം മുമ്പ് 4-5 ദിവസം മുമ്പ് ഹാരിസ് ഈ സാധനം വാങ്ങിച്ചതിൻ്റെ ബില്ല് അവർക്ക് കിട്ടി. ആ ബില്ല് അവർ രേഖയാക്കി വെച്ചിട്ടുണ്ട്. ഹാരിസ് ഈ സാധനത്തിന് സമാധാനം പറയേണ്ടി വരും എന്ന് വിചാരിച്ചിരിക്കുന്നു. ഭാഗ്യവശാൽ നമുക്ക് അന്വേഷണാത്മക പത്രപ്രവർത്തനം അവസാനിക്കാത്തത് കൊണ്ട് നമുക്ക് ആ ബില്ല് കിട്ടുന്നു. അപ്പോഴാണ് കഥയിലെ ട്വിസ്റ്റ്, ഇതൊരു ബില്ലല്ല, ഇത് ഒരു ചെല്ലാനാണ്, ഡെലിവറി റെസിപ്റ്റാണ്. ഡെലിവറി റെസിപ്റ്റും ബില്ലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തവരല്ല നമ്മുടെ പ്രിൻസിപ്പളും സൂപ്രണ്ടും ഞാൻ കരുതുന്നു. ഒരു ബില്ലെന്ന് പറഞ്ഞാൽ അതിൽ പൈസ ഉണ്ടാവും. ഇതിന് 12 ലക്ഷം രൂപ വിലയുള്ള സാധനമാണെന്ന് ഓർക്കണം. അതിനകത്ത് പണം കാണും, GST ബില്ല് ഉറപ്പായിട്ടുമായിരിക്കും. ഒരു ബില്ലെന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചാൽ കാണുന്നതല്ലേ, വിലയെങ്കിലും എഴുതി വെക്കില്ലേ? ഈ ബില്ലിൽ വിലയുമില്ല, ഒന്നുമില്ല. വെറുതെ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, 3 നമ്പേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെയും ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മോസിലോസ്കോപ്പാണ് കാണാതെ പോയത്. പക്ഷേ ഡോക്ടർ ഈ പറഞ്ഞ ശരിയാണ്, ഡോക്ടർ ഹാരിസ് 3 മോസിലോസ്കോപ്പ് വാങ്ങിച്ചവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു, പക്ഷേ വിലയില്ല. അപ്പോൾ ഇത് ഡെലിവറി ബില്ലാണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ ഈ എവിടുന്നാണിത് ഈ സാധനം വിറ്റത് അല്ലെങ്കിൽ കൊടുത്തത്, ആ കമ്പനിയുടെ അഡ്രസ്സ് തേടിപ്പോന്നു. അത് കൊച്ചിയിലാണ്. അത് ക്യാപ്സ്യൂൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അവർ പറയുന്നത് അത് മോസിലോസ്കോപ്പ് അല്ല, അത് നെഫ്രോസ്കോപ്പാണ്. നേരത്തെ പറഞ്ഞല്ലോ, മാറിപ്പോരുത്, അത് നെഫ്രോസ്കോപ്പാണ്, എഴുതിയപ്പോൾ തെറ്റിയതാണ്. എന്ന് മാത്രമല്ല, മോസിലോസ്കോപ്പ് കണക്കിൽ പ്രകാരം തന്നെ 3 എണ്ണം കാണാതെ പോയിട്ടില്ല, ഒരെണ്ണമേ കാണാതെ പോയിട്ടുള്ളൂ. ആദ്യത്തെ ആരോപണം അനുസരിച്ചാണെങ്കിൽ അവിടെ വെച്ച് കാര്യങ്ങൾ പൊളിഞ്ഞു. പക്ഷേ ഈ തിരക്കഥയിലെ വില്ലത്തരം എന്ന് പറയുന്നത് മറ്റ് 2 കാര്യങ്ങളിലാണ്. CCTV ദൃശ്യങ്ങളിൽ ഒരാൾ കടന്നു പോകുന്നത് കണ്ടു. അതാണല്ലോ ഇപ്പോഴും തെളിയിക്കപ്പെടാതെ നിൽക്കുന്നൊരു കാര്യം. പ്രിയപ്പെട്ട ഡോക്ടർ ജാഫർ, ഡോക്ടർ സുനിൽകുമാർ, ഈ CCTV ഏത് തീയതിയിലെയാണ്? അത് പറഞ്ഞിട്ടില്ല, അത് പറയുകയുമില്ല. ഓഗസ്റ്റ് 2 തീയതിയിലെ ബില്ലാണല്ലോ ഈ CCTVയിൽ ഇയാൾ ഈ കൊണ്ടുവച്ചതെന്നാ, അത് പറഞ്ഞിട്ടില്ല. ആ CCTV ദൃശ്യങ്ങളുടെ ഡേറ്റ് പറയാതെ ഇനി അത് ആരാണ് കൊടുത്തത് അത് അറിയില്ല. അത് 103 CCTV ദൃശ്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് പരിശോധിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. ഇതാണ് പറയുന്നത്. ചുരുക്കത്തിൽ, ഒരു തരത്തിലും ഒരു മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു സിസ്റ്റം ടെററിൻ്റെ ഒരു നാടകത്തിലെ ഒരു ഘട്ടമാണ് നമ്മളിന്നിവിടെ കണ്ടത്. ഒരു വലിയ നുണ, ഒരു ട്രാൻസാക്ഷൻ ബില്ല്, ഒരു സാധനം കൊടുത്തതിൻ്റെ റെസിപ്റ്റ് കണ്ടിട്ട് അത് മനസ്സിലാകാതെ അതൊരു ബില്ലാണെന്ന് പറഞ്ഞ് ഡോക്ടർ ഹാരിസ് ചിറക്കലെ പോലെ ഇന്ന് കേരളം ബഹുമാനിക്കുന്ന, കേരളം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ, ഒരു ഡോക്ടർ എൻ്റെ രോഗികൾക്ക് ചികിത്സ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ക്യാമറയ്ക്ക് മുമ്പിൽ കരഞ്ഞ ഒരു മനുഷ്യനെ സംശയത്തിൻ്റെ മുൾമുലയിൽ നിർത്താൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ ദിവസമാണ്. ഇടയ്ക്കിടയ്ക്ക് നാടകത്തിന് പ്രോംപ്റ്റ് ചെയ്യുന്നത് പോലെ ഇവരുടെ ഫോണുകളിലേക്ക് വിളി വരികയാണ്. സർ 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 എന്ന് പറഞ്ഞ നാണമില്ലാതെ അതിനനുസരിച്ച്, ആ പ്രോംപ്റ്റിനനുസരിച്ച് ഓരോരോ കടലാസുകൾ ഉയർത്തി കാണിക്കുകയാണ്. ഇത് ആരെ വിഡ്ഢിയാക്കാനാണ്? ഇന്ന് ഈ രേഖ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് ജയിച്ചേനെ. പക്ഷേ ഈ രേഖ എന്തെങ്കിലുമൊക്കെ പുറത്തു വരുമല്ലോ, അപ്പോൾ നിങ്ങൾ എന്ത് മറുപടി പറഞ്ഞേനെ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഒരു കാരണവശാലും ന്യായീകരിക്കാനാവാത്ത ഒരു വിഷയം എടുത്തിടുകയും അതിലൊരു പുകമറ ഉണ്ടാക്കുകയും ഡോക്ടർ ഹാരിസ് ചിറക്കൽ അവധിയിൽ പോയ മനുഷ്യൻ അയാൾ ഇല്ലാത്ത സമയത്ത് ഈ കഥ മുഴുവൻ ഉണ്ടാക്കി വയ്ക്കുകയും ഒരു കള്ളനാക്കി മാറ്റുകയും ചെയ്യുക. കേരളത്തിൽ ഡോക്ടർ കഫീൽ ഖാനെ കുറിച്ച് വലിയ വാദങ്ങളൊക്കെ പറയുമല്ലോ. ഡോക്ടർ കഫീൽ ഖാനെ കേരളത്തിൽ കൊണ്ടുവന്ന് ജോലി കൊടുക്കണം എന്ന് വരെ പറഞ്ഞ CPM നേതാക്കളെ എനിക്കറിയാം. കേരളത്തിൻ്റെ ഡോക്ടർ കഫീൽ ഖാനാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ആ മനുഷ്യനോട് നിങ്ങൾ കാണിച്ചത് മധ്യപ്രദേശിലും BJP സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് അവർ ചെയ്യാൻ പോലും ഒരു പക്ഷേ മടിക്കുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർക്ക് പോലും തോന്നാത്ത ബുദ്ധിയാണ് നിങ്ങൾക്ക് തോന്നിയത്. ഒരു കുരുട്ട് ബുദ്ധി. അതിന് കൂട്ടു നിൽക്കുന്ന ആളുകളായിപ്പോയി മെഡിക്കൽ കോളേജിലെ 2 പ്രധാനപ്പെട്ട ഡോക്ടർമാർ. ഈ 2 ഡോക്ടർമാരും വളരെ നല്ല മനുഷ്യരാണെന്നും വ്യക്തിപരമായി ഒരു തരത്തിലും കുഴപ്പമില്ലാത്ത ആളുകളുമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതെങ്ങനെയാണ് ശരിയാവുക? ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാം. ഈ വിഷയം നമ്മളിപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ കള്ളനാണോ അല്ലയോ എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച നടത്തുന്നത്. 1 മാസം മുമ്പ് നമ്മുടെ ചർച്ച എന്തായിരുന്നു? മെഡിക്കൽ കോളേജിലെ സിസ്റ്റം എന്താണെന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ചർച്ച. നോക്കൂ, അവിടെ നിന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ കള്ളനാണോ അല്ലയോ, അദ്ദേഹം മോസിലോസ്കോപ്പ് മോഷ്ടിച്ചോ ഇല്ലയോ, അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് CCTV ദൃശ്യങ്ങളിൽ കടന്നു വന്ന ആൾ ആരാണ്, അയാളെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ കൊണ്ടുപോയതാണോ, ഉപകരണം ഇയാൾ വാങ്ങിച്ച് തടി രക്ഷപ്പെടാൻ വേണ്ടി വെച്ചാണെന്ന ചർച്ചയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് ചെയ്തത്. ഡോക്ടർ MN വിജയൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രസകരമായ ഒരു ചോദ്യമുണ്ട്. ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചതിന് കുട്ടിയെ അധ്യാപകൻ പുറത്താക്കുന്നു. പക്ഷേ ആ ചോദ്യം അവിടെ തന്നെ നിൽക്കും എന്നാണ് പറയാറ്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ നിങ്ങൾ കള്ളനാക്കിയാലും അല്ലെങ്കിലും
ഇവിടെയുള്ള മനുഷ്യർ ഓർത്തിരിക്കുക ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ചോദ്യങ്ങളിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ, അതിനുശേഷം വന്ന കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും സാധനങ്ങളുടെ ദൗർലഭ്യത്തെക്കുറിച്ച്, സാധനങ്ങളില്ലാതെ ജനങ്ങൾ പിരിവിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ച്, ഉൽപ്പന്നങ്ങൾ കിട്ടാത്തതുകൊണ്ട് രോഗികളുടെ ചികിത്സ മുടങ്ങിയതിനെക്കുറിച്ച്. അതൊന്നും ഞങ്ങൾ മറന്നുപോകില്ല. ആ ചോദ്യങ്ങളെല്ലാം അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരെ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും മന്ത്രിയും ഓർത്തിരിക്കണം. ആ ചോദ്യങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. അതെല്ലാം ഇരിക്കെ ഇന്നിങ്ങനൊരു വാർത്താ സമ്മേളനം നടത്തി, ഇങ്ങനെ ഒരു നാടകം നടത്തി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? ഒരു തരത്തിലും സത്യം പറഞ്ഞാൽ വളരെ വലിയ ഒരു മണ്ടത്തരമാണ് ഈ വാർത്താ സമ്മേളനം. അതെന്തിനാണ് നടത്തിയെന്നറിയില്ല. പക്ഷേ എന്തായാലും അതിൻ്റെ നേരെ തിരിച്ചടിക്കുകയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ബില്ല് എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് പറയുകയും അത് പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുകയാണെന്ന് പറയുന്നതിലൂടെ കൃത്യമായി തിരിച്ചടിച്ചു. ചോദ്യങ്ങൾ ഒരാൾ ചോദിക്കുമ്പോൾ, ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ആ മനുഷ്യനെ, അങ്ങനെ ഒരാളെ എതിരിടാനുള്ള വിവരക്കേട് എന്തുകൊണ്ടാണ്? ഡോക്ടർ ഹാരിസ് ചിറക്കലിന് പരസ്യമായി അദ്ദേഹം കാര്യങ്ങൾ പുറത്ത് പറയും, നിങ്ങൾ വേണമെങ്കിൽ മെമ്മോ കൊടുക്കൂ, അദ്ദേഹത്തിൻ്റെ നടപടിയെടുക്കൂ, എങ്കിലും ചിലപ്പം അതിന് നിങ്ങൾക്ക് കോടതിയിൽ പോയി നിങ്ങൾ നിൽക്കുമായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്തത് ഒരാളെ കള്ളനാക്കാൻ ശ്രമിച്ചതാണ്. കള്ളനാക്കാൻ ശ്രമിച്ച് ഒരു റെസിപ്റ്റ് ബില്ലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 12 ലക്ഷം രൂപയുടെ സാധനം ഇയാൾ വാങ്ങിച്ചു വെച്ചു എന്ന് പറഞ്ഞ് ഒരാളെ കള്ളനാക്കാനാണ് ശ്രമിച്ചത്. ചോദ്യങ്ങളെ പേടിക്കുന്ന ഭരണകൂടം, അത് അവരുടെ നാശത്തിൻ്റെ തുടക്കമാണ്. ഒരു മനുഷ്യനെ ഡിസ്ക്രെഡിറ്റ് ചെയ്താൽ ചോദ്യങ്ങൾ ഇല്ലാതാവുകയുമില്ല. Meet the editors.